പ്രേംലാലെ ബീഹാർ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ അധികാര തർക്കം ഒരു പൊട്ടിത്തെറിയായി മാറിയിരിക്കുകയാണ്. മക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തെരുവ് യുദ്ധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 3 പെൺമക്കൾ കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഏത് തരത്തിൽ ഇതിനെ വിലയിരുത്താൻ കഴിയും? തുഫയിലെ ഈ RJD അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിന്റെ കീഴിലുണ്ടായിരുന്ന ബീഹാർ ഭരണത്തെ കോടതി അടക്കം വിലയിരുത്തിയത് ജംഗിൾ രാജ് എന്നാണ്. കാട്ടുനീതി നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടമെന്നാണ്. അപ്പൊ ആ ഭരണകാലത്ത്, അതായത് പഴയ ലാലു പ്രസാദ് യാദവിന്റെ പ്രതാപകാലത്ത്, പിന്നീട് അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തിയായിട്ട് റബ്രി ദേവി അവിടെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ കാലത്തൊക്കെ കിരാതമായ ഒരു ഭരണം ബീഹാറിൽ നടന്നിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോ നിരവധി പേർ ഈ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായിട്ട് അവിടെ മരിക്കുകയോ ജീവച്ഛവമായിട്ട് മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ശാപം ഈ RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തെ വേട്ടയാടിയിരുന്നു. അതിപ്പോ അക്ഷരാർത്ഥത്തിൽ ഫലിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബം ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലാലു പ്രസാദ് യാദവ് ഇപ്പോ ആരോഗ്യപരമായ കാരണങ്ങളാൽ സജീവമായി രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ റാബ്രി ദേവിയും പിന്നെ 9 മക്കളും, ഇതുകൂടാതെ റാബ്രി ദേവിയുടെ സഹോദരങ്ങളടക്കം RJDയുടെ ആനുകൂല്യത്തിൽ പല രാഷ്ട്രീയ പദവികളും നേടിയവരാണ്. അങ്ങനെ ഇപ്പോ മറ്റേ സിനിമ ഡയലോഗ് പോലെ ഞാനും അപ്പനും അപ്പന്റെ പെങ്ങളും സുഭദ്രയും എന്ന ലൈനിലാണ് ഈ RJDയുടെ കാര്യങ്ങൾ. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബവും അവരുടെ ഉറ്റ ബന്ധുക്കളും എല്ലാം തന്നെ RJDയുടെ തണലിൽ വലിയ വലിയ പദവികൾ, രാഷ്ട്രീയ പദവികൾ, സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുത്തിരുന്നു. അപ്പൊ ഇപ്പോ ആ RJD അനുഭവിക്കുന്ന ശൈഥില്യത്തിന്റെ മറ്റൊരു പതിപ്പാണ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ നടന്നിരിക്കുന്നത്. കാരണം ലാലു പ്രസാദ് യാദവ് രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ അസ്തമിച്ചു തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് കണക്കാക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഇളയ മകൻ തേജസ്വി യാദവ് ആണ്. അങ്ങനെ തേജസ്വിയെ ലാലു പ്രസാദ് യാദവിന്റെ പിൻഗാമിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കുടുംബത്തിൽ വലിയ അനിഷ്ടമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ലാലു പ്രസാദ് യാദവിന്റെ മക്കളിൽ 9 മക്കളുണ്ട്. അത് ആദ്യത്തെ ആൾ മിസാ ഭാരതി, നിലവിൽ ലോക്സഭ MP ആണ്. രണ്ടാമത്തെ ആൾ രോഹിണി ആചാര്യ. അവര് കഴിഞ്ഞ 2024 സരൺ എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. പിന്നെ ചന്ദാ സിംഗ്, മൂന്നാമത്തെ മകൾ ചന്ദാ സിംഗ്, അവർ സജീവ രാഷ്ട്രീയത്തിലില്ല. മറ്റൊരാള് രാഗിണി യാദവ്, അവരും സജീവ രാഷ്ട്രീയത്തിലില്ല. പിന്നെ ഒരാൾ അനുഷ്ക റാവു, അവർക്ക് RJDയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. പിന്നെ ഉള്ള മകൻ തേജ് പ്രതാപ് എന്ന് പറയുന്ന ഒരാളാണ്. 8ാമത്തെ മകനാണ് തേജസ്വി യാദവ്. ഏറ്റവും ഇളയാള് 9ാമത്തെ മകൾ രാജലക്ഷ്മി. ഇങ്ങനെയാണ് 9 മക്കളാണ് ഉള്ളത്. അപ്പോ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ഈ അധികാര തർക്കം, അതിൽ ഈ തേജസ്വി യാദവിനെയാണ് RJDയുടെ ഇപ്പോഴത്തെ നേതാവായി, പരമോന്നത നേതാവായിട്ട് ഉയർത്തി കാണിക്കുന്നത്. അപ്പൊ ഇതില് നേരത്തെ മൂത്ത സഹോദരൻ തേജ് പ്രതാപിന് വലിയ അനിഷ്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ ഈ RJDയുടെ തണലിൽ മുൻ മന്ത്രിയായിട്ടുള്ള ആളാണ്. രാബ്രി ദേവിയുടെ സർക്കാരിൽ മന്ത്രി പദവി അലങ്കരിച്ച ആളാണ് ഈ തേജ് പ്രതാപ് എന്ന് പറയുന്ന മൂത്ത സഹോദരൻ. അപ്പൊ അയാള് കഴിഞ്ഞ വർഷം തേജ് പ്രതാപിനെ പാർട്ടിയിൽ നിന്നും ഈ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ നിന്നും തന്നെ പുറത്താക്കിയിരുന്നു. അതിന് കാരണം ഇദ്ദേഹത്തിന് ഒരു വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഈ നിലവിലുള്ള വിവാഹത്തിന്റെ നിയമ നടപടികൾ പുരോഗമിക്കവേ തന്നെ, അതായത് വിവാഹമോചന നടപടികൾ പുരോഗമിക്കവേ തന്നെ തനിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന തരത്തിൽ ഒരു തുറന്ന സമ്മതം അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ ഇദ്ദേഹം നടത്തി. അപ്പൊ അതെല്ലാം ഈ RJDയുടെ ചിട്ടവട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. കൂടാതെ ഇദ്ദേഹം ഈ രാഷ്ട്രീയ ചരടുവലികൾ ധാരാളമായി നടത്തി. അതായത് RJDക്കുള്ളിൽ തന്നെ പല കൂട്ടായ്മകൾ രൂപീകരിച്ചു. അതേപോലെ പ്രതിപക്ഷ കക്ഷികളുമായിട്ട് നിരന്തര ആശയവിനിമയം നടത്തി. ആ കാരണങ്ങളൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ വർഷം പുറത്താക്കിയത്. പക്ഷേ ഇദ്ദേഹം സ്വന്തം ഒരു പാർട്ടി ഉണ്ടാക്കി, അതായത് ജൻശക്തി ജനതാദൾ എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തേജസ്വി യാദവിനെതിരെ പോലും പാർട്ടി ഈ ജൻശക്തി ജനതാദൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ഇദ്ദേഹം സ്വന്തമായി മഹുവയിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയും ചെയ്തു. 243 മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് പോലും ഈ ജൻശക്തി ജനതാദളിന് നേടാനും സാധിച്ചില്ല. അപ്പോ ഈ നേരത്തെ ഈ രോഹിണി ആചാര്യ എന്ന് പറയുന്ന 2ാമത്തെ മകൾ ഈ സരൺ എന്ന് പറയുന്ന ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ട അന്നു മുതൽ തുടങ്ങിയതാണ് ആ വീട്ടിലെ കലഹം പരസ്യമായത്. അതായത് തേജ് പ്രതാപിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിലും വലിയ വീടിനകത്ത് വലിയ കോലാഹലം ഉണ്ടായിരുന്നു. രോഹിണി ആചാര്യ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അതിനും വലിയ ഒച്ചപ്പാടും, കുടുംബത്തിനകത്ത് വലിയ പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിരുന്നു. ഈ തന്റെ പരാജയത്തിന് ശേഷം
ഈ രോഹിണി ആചാര്യ ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി, പ്രത്യേകിച്ച് തേജസ്വി യാദവിനെ പ്രതിരോധത്തിലാക്കി പല പരസ്യ പ്രസ്താവനകളും നടത്തിയിരുന്നു. അപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇവർ ഇത്തരം നടത്തിയ പ്രസ്താവനകൾ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണം ഈ രോഹിണി ആചാര്യ ആണ് എന്ന തരത്തിൽ കുടുംബത്തിൽ ചർച്ചയുണ്ടായി എന്നാണ് വിവരം. അപ്പൊ ഇതിന്റെ പേരിൽ ഈ തേജസ്വി യാദവിന്റെ രണ്ട് അനുയായികൾ, ഒന്ന് സഞ്ജയ് യാദവ്, അതായത് നിലവിൽ രാജ്യസഭ MP ആണ്, കൂടാതെ റമീസ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ UP സ്വദേശിയാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ രോഹിണി ആചാര്യയെ ഈ ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ വെച്ച് കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് ആക്ഷേപം. കൂടാതെ ചെരുപ്പൂരി തല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഈ രോഹിണി ആചാര്യ ആരോപിക്കുന്നത്. ഇതുകൂടാതെ രോഹിണി ആചാര്യ സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. ഇപ്പോ രോഹിണി ആചാര്യ നേരത്തെ ലാലു പ്രസാദ് യാദവിന് കിഡ്നി സംബന്ധമായ അസുഖം വന്നപ്പോൾ ഒരു കിഡ്നി ദാനം ചെയ്ത് വാർത്ത സൃഷ്ടിച്ച ആൾ കൂടിയാണ്. അപ്പൊ ഇത് വ്യാജമാണെന്നും ഇങ്ങനെ കിഡ്നി ദാനം ചെയ്യുന്നതിന് കോടികൾ കൈപ്പറ്റി എന്നുമൊക്കെ ഈ രോഹിണി ആചാര്യക്കെതിരെ പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ അവർക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് ഇവർ നേരത്തെ നടത്തിയ പരസ്യ പ്രസ്താവനകളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന തരത്തിൽ കുടുംബത്തിൽ വലിയ ചർച്ചയുണ്ടായി, വലിയ ഒച്ചപ്പാടുണ്ടായി, ബഹളമുണ്ടായി, തല്ലുണ്ടായി എന്നൊക്കെയാണ് വാർത്ത. അപ്പൊ ഇതിന്റെ പേരിലാണ് രോഹിണി ആചാര്യ കഴിഞ്ഞ ദിവസം ഞാൻ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നു, രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യ പ്രസ്താവന നടത്തി, അതായത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് വലിയ വിവാദം ഉണ്ടാക്കിയത്. ഇപ്പോ അതിന് തൊട്ടു പിന്നാലെ മൂന്ന് പെൺകുട്ടികൾ കൂടി, ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ 3 പെൺകുട്ടികൾ കൂടി ഇപ്പോ വീട് വിട്ട് ഇറങ്ങി അവരുടെ കുട്ടികളുമായി അവരവരുടെ ഭർത്തൃ വീടുകളിലേക്ക് മടങ്ങി എന്നുള്ളതാണ് വിവരം. അതൊന്ന് ചന്ദ സിംഗ്, മറ്റൊന്ന് രാഗിണി യാദവ്, മറ്റൊന്ന് രാജലക്ഷ്മി. ഈ 3 മക്കൾ കൂടി പോയി. അപ്പോ ഈ RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വിവരം. അതായത് ഈ RJDയുടെ തണലിൽ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിന്റെ കാർമ്മികത്വത്തിൽ ഈ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഒന്നെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ ഭാവി ഉണ്ടാക്കി, രാഷ്ട്രീയത്തിൽ വലിയ സ്കോപ്പില്ലെന്ന് കണ്ടവരെയൊക്കെ തന്നെ പെൺമക്കളെ അടക്കം ഉന്നത പദവികൾ വഹിക്കുന്നവരോ രാഷ്ട്രീയ സ്വാധീനമുള്ളവരോ അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാരുടെ ആയ മക്കളുമായിട്ടാണ് ലാലു പ്രസാദ് യാദവ് വിവാഹം അടക്കം നടത്തി കൊടുത്തത്. അപ്പോ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ലാലു പ്രസാദ് യാദവ് തന്റെ ജീവിതകാലത്ത് നേടാവുന്ന പരമാവധി എല്ലാം നേടിക്കഴിഞ്ഞു, ബാക്കിയുള്ളതെല്ലാം കുടുംബാംഗങ്ങൾ നേടിക്കഴിഞ്ഞു. അപ്പൊ ഇപ്പോ RJD എന്തുകൊണ്ട് ബീഹാറിൽ അവിടെ ഇത്ര വലിയ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതിന്റെ ഒറ്റൊരു കാരണം നിലവിൽ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബം, അവരുടെ കുടുംബ അധികാര വാഴ്ചയും തന്നെയാണ്. ബീഹാറിലെ ഏറ്റവും വലിയ ജനസ്വാധീനമുള്ള അല്ലെങ്കിൽ ജനപിന്തുണയുള്ള രാഷ്ട്രീയ കുടുംബം ലാലു പ്രസാദ് യാദവിന്റെ തന്നെയാണെന്ന് വാദത്തിൽ പറയാമെങ്കിലും അവർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണം ഈ അധികാരം, ഒരു കുടുംബത്തിൽ അധികാരം കേന്ദ്രീകരിക്കുന്നു. ആ കുടുംബത്തിൽ മാത്രമല്ല, ആ കുടുംബത്തിന്റെ ബന്ധമുള്ള മറ്റുള്ളവരിലും ഈ അധികാര കേന്ദ്രങ്ങൾ എത്തിച്ചേരുന്നു. ഈ കാര്യത്തിലുള്ള തികഞ്ഞ ജന അഭിപ്രായം അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങൾക്കുള്ള അപമതിപ്പ്, ഇതാണ് വാസ്തവത്തിൽ RJDയെ ബീഹാറിൽ ഇന്നത്തെ ഗതിയിൽ എത്തിച്ചത്. അവിടെ കുടുംബത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കി. ഇപ്പോ തേജ് പ്രതാപ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ആ കുടുംബത്തിൽ നിന്ന് ആദ്യമേ അടിച്ചു പുറത്താക്കിയ തേജ് പ്രതാപ് ഇപ്പൊ പറഞ്ഞേക്കുകയാണ്, ഇതിന് ഞങ്ങൾ പകരം ചോദിക്കും. അതായത് തന്റെ സഹോദരിക്കുണ്ടായത് വലിയ മാനനഷ്ടമാണ്, മാനഹാനിയാണ് ഉണ്ടായത്. അപ്പോ തന്റെ സഹോദരിയെ കയ്യേറ്റം ചെയ്തവരെ തന്റെ പിതാവ് ലാലു പ്രസാദ് യാദവ് ഒരു സൂചന തന്നാൽ മാത്രം മതി, ഇവിടുത്തെ ജനങ്ങൾ അവരെ കുഴിച്ചു മൂടും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രശ്നം, അതായത് ഈ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം, അതിന് ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ മറുപടി പറയും. ഇത് ഒരു സ്ത്രീക്ക് നേരിട്ട ഒരു അപമാനം മാത്രമല്ല, ബീഹാറിന്റെ സ്വാഭിമാന പ്രശ്നമാണ് എന്നൊക്കെയാണ് തേജ് പ്രതാപ് ഈ കാര്യത്തിൽ വിശദീകരിക്കുന്നത്. പക്ഷേ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി ഈ തേജ് പ്രതാപിന്റെയും രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീർന്നു. അപ്പോ നിലവിൽ ഈ രോഹിണി ആചാര്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. അവർക്ക് ഇനി രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ആ കുടുംബത്ത് അവശേഷിക്കുന്നത് മിസ ഭാരതി, നിലവിലെ MP, അതേപോലെ റാബ്രി ദേവി, നേരത്തെ ഉള്ള പ്രതിപക്ഷ നേതാവ്, നിലവിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ്. ഇവരിൽ 3 പേരിലുമായിട്ട് നിലവിലെ അധികാര കേന്ദ്രങ്ങൾ ചുരുങ്ങുന്നു എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും നിലവിൽ RJD അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ ഒന്ന് നേരിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ തവണ 75 സീറ്റ് ഉണ്ടായിരുന്ന RJD ഇത്തവണ വെറും 25 സീറ്റിലേക്ക് ഒതുങ്ങി. അപ്പൊ ഇത്ര വലിയ ഒരു നാണക്കേട് നിൽക്കുമ്പോൾ ഇപ്പൊ തേജസ്വി യാദവ് ഈ കുടുംബത്തിലുണ്ടായ ഈ പ്രശ്നങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മാധ്യമങ്ങളടക്കം പ്രതികരണം ആരാഞ്ഞെങ്കിലും
ഒരു ഇത്തരം അതായത് വെളിപ്പെടുന്നില്ല. തേജസ്വി യാദവ് മുങ്ങി നടക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതായാലും നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കാം, അധികാരം ഉണ്ടായിരുന്ന കാലയളവിൽ അതിന്റെ തണലിൽ സമ്പാദിക്കാവുന്ന പരമാവധി സമ്പാദ്യങ്ങളും എത്തിപ്പെടാവുന്ന പരമാവധി നേട്ടങ്ങളിലും എത്തിയ ഒരു കുടുംബമാണ് ലാലു പ്രസാദ് യാദവിന്റെ ബീഹാറിലെ കുടുംബം. അവർ ഇങ്ങനെ ഒരു ശൈഥില്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവരെയും കുറ്റം പറയാനൊക്കില്ല.